ഇന്നത്തെ ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ്. ഈ അടുത്തിടെ ലോഞ്ച് ചെയ്ത യമഹയുടെ YZF R3യും അപ്പറിലൂടെ RS 450 തമ്മിലുള്ള ഒരു സ്പെക്സ് കമ്പാരിസൺ വീഡിയോ ആണ്. സ്പെക്സ് വൈസിലും അതുപോലെ തന്നെ പ്രൈസിങ്ങിലും ഏത് ബൈക്കാണ് ബെറ്റർ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് R3യിലേക്ക് തന്നെ എടുക്കാം. R3 നമുക്കറിയാം നമ്മുടെ 2015 ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായ ഒരു മോഡലാണ്. പിന്നെ സെയിൽസിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ആയിട്ട് വീണ്ടും തിരിച്ചു വന്ന മോഡലാണ് നമ്മുടെ YZF R3. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ഫെഡ് ആയിട്ട് ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളിൻ്റെ അതേ ഒരു ഡിസൈനാണ്. നമ്മുടെ R1 സീരീസിൽ കണ്ടിട്ടുള്ള അതേ ഒരു ഡിസൈൻ തന്നെയാണ്. യമഹയുടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള V4 ആയിട്ടൊക്കെ നല്ല രീതിക്ക് സാമ്യം തോന്നുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട് ഡിസൈനൊക്കെ ഒരു ഡീസൻറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ YZF R3ക്ക് വരുന്നുണ്ട്. ഇനി അപ്പറിലൂടെ RS 457 നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ R3നെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പറിലാണ് ഈ ഒരു ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഇറ്റാലിയൻ ബ്യൂട്ടി ശരിക്കും ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് ഉറപ്പിച്ച് പറയാം അപ്പറിലൂടെ RS 457 തന്നെയാണ് ഡിസൈൻ്റെ കാര്യത്തിലും ലുക്കിൻ്റെ കാര്യത്തിലും മുമ്പിലുള്ളത്. ഡിസൈൻ ഇത്രയും മികച്ചതായിട്ട് തോന്നാൻ കാരണം അപ്പറിലൂടെ RS 660 മോഡലിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ ലുക്ക് ഡിസൈനൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. RS 457 ഒരു ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളാണ്. ഇനി എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പറിലൂടെ RS 457 ആണ് എഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ മുമ്പിലുള്ളത്. അപ്പറിലേൻ്റെ ഒരു 457cc ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. R3ക്ക് ഒരു 321cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പറിലൂടെ എഞ്ചിനാണ് കുറച്ചും കൂടി ബിഗർ ആയിട്ടുള്ളത്. അപ്പം പവറും ടോർക്കൊക്കെ ആ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ നിന്നായിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 47 BS ഓഫ് പവർ ആണ്. മാക്സിമം ടോർക്ക് 43.4 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. R3ൻ്റെ പവർ വരുന്നത് 42 BS ആണ്. മാക്സിമം ടോർക്ക് 29.5 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ പവറിലും ടോർക്കിലും ഡിസ്പ്ലേസ്മെൻറ്റിലൊക്കെ മുമ്പിലുള്ളത് അപ്പറിലൂടെ RS 457 ആണ്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് ബൈക്കിനും UHT ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ്. പക്ഷേ RS 457 ഫ്രണ്ടിലെ UHT ഫോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. R3ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടാങ്ക് റേഞ്ചിൽ മുമ്പിലുള്ളത് R3 ആണ്. R3ക്ക് 14 ലിറ്ററും RS 457 13 ലിറ്ററുമാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ബൈക്കിനും ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചൊക്കെയാണ്. ഇതിലേറ്റവും സീറ്റ് ഹൈറ്റ് കൂടിയ മോഡൽ RS 457 ആണ്. 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. R3ക്ക് 780 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ മുമ്പിലുള്ളത് R3 ആണ്. R3ക്ക് 160 mm ആണ്. അപ്പറിലൂടെ RS 457 150 mm ആണ്. ഇനി വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലേറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽ R3 ആണ്. R3ക്ക് 169 kg ആണ്. RS 457 176 kg ആണ്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മുമ്പിലുള്ളത് അപ്പറിലൂടെ RS 457 ആണ്. 3 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, ഡുവൽ ചാനൽ ABS ആണ്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, റൈഡ് ബൈ വയർ ആണ് ത്രോട്ടിലൊക്കെ. R3ക്ക് കാര്യമായ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഒരു LCD മീറ്റർ കൺസോൾ ആണ്. അതിൽ 10x10 നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി രണ്ട് ബൈക്കിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം. ഈ രണ്ട് ബൈക്കും ഒരു കമ്പയർ ചെയ്യാനുള്ള മെയിൻ കാരണം ഈ രണ്ട് ബൈക്കിൻ്റെ പ്രൈസ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും ക്വാളിറ്റിയും ഇത്രയും പവർഫിക്കേഷനും തരുന്ന നമ്മളെ അപ്പറിലൂടെ RS 457 ആണ് പ്രൈസ് കുറവ്. 2023 ഇറങ്ങിയ ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് YZF R3. ഈ ഒരു ബൈക്ക് CB യൂണിറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ വന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കൂടിയത്. RS 457 4,10,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. R3ക്ക് 4,64,900 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു പ്രൈസിന് ഡിഫറൻസ് കൊണ്ട് മാത്രമാണ് ഈ രണ്ട് ബൈക്കും ഇന്ന് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു ഡൗട്ടുമില്ല ഏറ്റവും ചോയ്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മളെ അപ്പറിലൂടെ RS 457 ആണ്. R3ക്ക് ഭയങ്കര പ്രൈസ് കൂടുതലാണ്. ശരിക്കും ഒരു ഓവർ പ്രൈസ്ഡ് തന്നെയാണ്.